ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തമിഴ് ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അശ്വന്ത് സംവിധാനം ചെയ്ത് പ്രദീപ് രംഗനാഥൻ, അനുപമ പരമേശ്വരൻ ഇവരൊന്നിക്കുന്ന ഡ്രാഗൺ. ക്യാമ്പസ് പ്രണയം, സൗഹൃദം, വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ ചേർത്ത് വെച്ചാണ് പ്രദീപ് രംഗനാഥന്റെ ക്യാരക്ടർ നമ്മളോട് കഥ പറയുന്നത്. ആദ്യ പകുതി കോളേജിലെ തമാശകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ വൈകാരിക നിമിഷങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഒരു ക്യാമ്പസ് ചിത്രത്തിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ക്യാമ്പസ് മൂവീസ് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത്തരം കാഴ്ചകൾ ഇവിടെയും വരുന്നുണ്ട്. എന്നാലും ചിരിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങൾ സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പ്രദീപ് രംഗനാഥൻ, അനുപമ പരമേശ്വരൻ ഇവരുടെ കോംബോ സീൻസ് ഒക്കെ നല്ല രീതിയിൽ എനിക്ക് വർക്കൗട്ടായി. അതാണ് സിനിമയുടെ നട്ടലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതും. സെക്കൻഡ് ഹാഫിലെ ഇമോഷൻ സീൻസും സൗണ്ട് മോഡുലേഷനും ഒക്കെ നല്ലതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ സിനിമയിൽ തമിഴിലെ വ്ളോഗറായിട്ടുള്ള VJ സിദ്ധു ഒക്കെ ഉണ്ട്. ആ ഒരു പോർഷൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. സിനിമയിലെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പ്രദീപ് തന്നെയാണ്. കോളേജിൽ ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന നിയമങ്ങളും അത് പ്രാവർത്തികമാക്കാതെ നിൽക്കുമ്പം പെരുമാറുന്നതും ഒക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് സുഹൃത്തുക്കളായിട്ട് വരുന്ന കഥാപാത്രങ്ങളൊക്കെ ഈ ഒരു കഥയിൽ ടെംപ്ലേറ്റഡ് സംഭവങ്ങൾ തന്നെയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ക്യാമ്പസ് മൂവീസിൽ ഉള്ളതുപോലെ തന്നെ കൊമേഴ്സ്യൽ എന്റർടൈൻമെന്റുകളിൽ ഇടക്കാലത്ത് കൊണ്ടുവരുന്ന സക്സസ് ഫോർമുലകൾ ഇതിലും അതേപോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിർമ്മിക്കപ്പെട്ട ചിത്രമാണ് ഡ്രാഗൺ. അതുകൊണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ബോറടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊമേഴ്സ്യൽ ആയിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും സിനിമയിൽ അവർ ചേർത്തിട്ടുണ്ട്. സിനിമയിലെ പല സീൻസും നമുക്ക് റിലേറ്റബിൾ ആണ്. എങ്കിലും ഡ്രാഗൺ മൊത്തത്തിൽ ഒരു വാച്ചബിൾ എന്റർടൈൻമെന്റ് ആണ്. മൊത്തത്തിൽ ഒരു ടൈം പാസ് ചിത്രം എന്ന നിലയിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു അനുഭവം. പ്രദീപ് രംഗനാഥന്റെ മുൻപ് ഇറങ്ങിയ ലവ് ടുഡേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും. ആ ഒരു സിനിമയിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു സിനിമയിൽ ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് സ്റ്റോറിയും ലോജിക്കും നോക്കാതെ ജസ്റ്റ് ഒരു ഫൺ എന്റർടൈൻമെന്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഒരു വട്ടം പോയി കാണാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.